പലപ്പോഴും ജീവിതത്തിൽ തളർന്നു പോകുകയും ക്ഷീണിച്ചു പോകുകയും ചെയ്യുന്ന വ്യക്തികളാണ് ഞാനും നിങ്ങളും. തളർച്ചയുടെ നടുവിൽ വാടിപ്പോകുന്ന അനുഭവങ്ങളുടെ നടുവിൽ നിന്നും പുറത്തു വരണമെന്ന് വളരെ ആഗ്രഹമുണ്ട് എങ്കിലും പുറത്തു വരുവാൻ കഴിയാതെ എവിടെയൊക്കെയോ നാം വീണു പോകുന്നു. എന്നാൽ കഴുകനെന്ന പക്ഷിയെപ്പറ്റി നാം പഠിക്കുമ്പോൾ തൻ്റെ ശരീരത്തിനകത്ത് ഭാരം വർദ്ധിച്ചു വരുമ്പോൾ ഉയർന്ന പാറക്കെട്ടുകളുടെ ഇടയിൽ ചിറകു വിരിച്ചിരുന്ന തൻ്റെ ശരീരത്തിലെ കൊഴുപ്പ് ചൂടിനാൽ ലഘൂകരിച്ച ഭാരം കുറച്ചുകൊണ്ട് വീണ്ടും 40 വർഷം ജീവിക്കുവാൻ തൻ്റെ ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കുകയാണ് ആ പക്ഷി ചെയ്യുന്നത്. ഇതുപോലെ ആയിത്തീരണം ഞാനും നിങ്ങളും. ഓരോ വർഷവും മുൻപോട്ട് പോകുമ്പോഴും നമ്മൾ ഓരോരുത്തരും തളർന്നു പോകുകയാണ്. നമ്മൾ ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടവരാണ്. പക്ഷേ ആ സ്വപ്നങ്ങൾക്കകത്ത് ഓരോ വർഷവും മുൻപോട്ട് പോകുമ്പോൾ എത്തിച്ചേരുവാൻ കഴിയാതെ വ്യാകുലപ്പെടുകയാണ്. എന്നാൽ ബൈബിൾ ഇപ്രകാരം വിളിച്ചു പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അതെ, നിങ്ങൾ കർത്താവിലേക്ക് തിരിയുക, കർത്താവിനായി ജീവിക്കുക, കർത്താവിനെ പോലെ ആകുവാൻ ശ്രമിക്കുക.